എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. +1 ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ അധ്യായമായിരിക്കുന്ന ഖിലാഫത്ത് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഖലീഫമാരുടെയും ആ ഒരു ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ ഓരോ ഖലീഫമാരും നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കാര്യങ്ങളെ അതേപോലെ തന്നെ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതോടുകൂടി തന്നെ ഖലീഫ ഭരണ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ ഒന്നാമത്തെ ഖലീഫയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് എന്താക്കാം ആദ്യമായിട്ട് നോക്കാം. അതേപോലെ തന്നെ ഖലീഫക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതാ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഖലീഫ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? പ്രതിനിധി എന്നാണ് എന്താക്കുന്നത് ഖലീഫ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവനായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എന്തായി? ഖലീഫയായി. അഥവാ ഖലീഫത്ത് റസൂലുള്ള എന്ന പദമാണ് എന്താക്കിയിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഖലീഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലീഫത്ത് റസൂലുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്താണ് ആ റസൂലുള്ള എന്ന പദം എന്താക്കാറില്ല, ഉപയോഗിക്കാറില്ല. അപ്പോൾ ഖലീഫത്ത് റസൂലുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പ്രവാചകന്റെ പ്രതിനിധി എന്നാണ് എന്താക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്താണ് അറബികൾക്ക് പരിചയമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ആദ്യകാലങ്ങൾക്ക് എന്താക്കാറുണ്ട്, ഗോത്രങ്ങളിൽ നിന്നും മുതിർന്ന ഗോത്ര തലവന്മാരെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുതിർന്ന ഗോത്ര തലവന്മാർക്ക് പറയുന്ന പേരാണ് ഷെയ്ഖ് എന്നാണ് എന്താക്കുന്നത് പറയുന്നത് എന്ന്. അപ്പോൾ ഗോത്രങ്ങളിൽ നിന്നും ഗോത്ര തലവനെ തിരഞ്ഞെടുക്കുന്നത് ഷെയ്ഖ് എന്ന പേരിലായിക്കൊണ്ടാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഗോത്ര തലവനാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണോ നോക്കാം. അപ്പോൾ ഒരു ഗോത്ര തലവനാകാൻ വേണ്ട പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 യോഗ്യതകളാണ്. ഒന്നാമതായിട്ട് സീനിയോറിറ്റിയാണ്, രണ്ടാമതായിട്ട് സത്യസന്ധതയാണ്, മൂന്നാമതായിട്ട് ആജ്ഞാപിക്കാനും അതേപോലെ തന്നെ ആദരവ് നേടാനുമുള്ള കഴിവാണ് മൂന്നാമതായിട്ട് വേണ്ടത്. അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷൻസുകളാണ് പ്രധാനമായിട്ടും ഗോത്ര തലവൻ ആകാൻ വേണ്ടി വേണ്ടത് എന്ന്. ഇനി അടുത്തായിട്ട് ഗോത്രത്തിൽ എന്താണ് കുടുംബങ്ങളുടെ പ്രതിനിധികൾ എന്താക്കുന്നു, അവരുടെ ഗോത്രത്തലവൻ എന്താണ് മത്സരാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എന്താണ് വിജയിക്കുന്ന ആളുകളെ എല്ലാവരും എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യം എതിർത്തിരിക്കുന്ന ആളുകൾ പോലും എന്താക്കേണ്ടതാണ്, വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്താണ് അനുസരിക്കാനും എന്താണ് ബാധ്യസ്ഥരാണ് എന്ന്. അതേപോലെ തന്നെ ആധുനിക ജനാധിപത്യ ഘടകങ്ങളുടെ അംശം എന്താകുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഗോത്രത്തലവനാകാൻ വേണ്ട യോഗ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്താക്കുന്നുള്ളൂ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹുവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതേപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ CE 632 മുഹമ്മദ് നബിയുടെ മരണശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ആരാണ് എന്താക്കേണ്ടത്, ഭരണം നടത്തേണ്ടത്? പ്രവാചകർക്ക് ശേഷം എന്താണ് മറ്റൊരു പ്രവാചകൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആരാണ് ഇനി എന്താക്കേണ്ടത്, ഈ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രീയ സാന്നിധ്യം ഏറ്റെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതേപോലെ തന്നെ വിശ്വാസം സംരക്ഷിക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സംരക്ഷണത്തിനും എന്താണ് ഒരു നേതാവ് അത്യാവശ്യവുമാണ്. അപ്പോൾ പ്രവാചകൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് നിലനിർത്തി പോകണമെങ്കിൽ ഒരു നേതാവ് വേണ്ടതെന്നാണ് അത്യന്താപേക്ഷിതമാണ്. നേതാവ് ഇല്ലെങ്കിൽ എന്തായി പോകും, എല്ലാം എന്താണ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എന്താണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ഉണ്ടാക്കുന്നുണ്ട് സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് ഒരു നേതാവ് എന്താണ് അത്യാവശ്യമാണ്. അങ്ങനെ പ്രവാചകന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് മുൻപ് തന്നെ അൻസാറുകളായിട്ടുള്ള ആളുകൾ സാഖിഫത്ത് ബാനി സയ്യിദിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ സാഖിഫത്ത് ബാനി സയ്യിദ് എന്ന് പറയുമ്പോൾ എന്താണ് മദീനയിലുള്ള കൗൺസിൽ ഹാളിലേക്കാണ് സാഖിഫത്ത് ബാനി സയ്യിദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൻസാറുകൾ എന്ന് വെച്ചാൽ ആരാണ്, മദീനയിലുള്ള ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് അൻസാറുകൾ, അതേപോലെ തന്നെ ആരാണ് മുഹാജിരീങ്ങൾ എന്നൊക്കെ നമ്മൾ എന്താക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ പ്രവാചകന്റെ മരണാനന്തര ചടങ്ങുകൾ
വർഷങ്ങൾക്ക് മുൻപ് തന്നെയായിട്ട് മദീനയിലുള്ള ആളുകളായിരിക്കുന്ന അൻസാറുകളായിരിക്കുന്ന ആളുകൾ സാഖിഫത്ത് ബാനി സൈദിൽ ഒരുമിച്ച് കൂടുകയും അതേപോലെ തന്നെ പ്രവാചകനക്ക് ശേഷം ഇനി അടുത്ത എന്താണ് പ്രതിനിധിയായിട്ട് ആരാണ് വരേണ്ടത് എന്ന ചർച്ച നടത്തുകയും അങ്ങനെ അവസാനമായിട്ട് സെയ്ദ് ബിൻ ഉബൈദയാണ് എന്താക്കിയിരിക്കുന്നത് മദീനയിലുള്ള ആളുകൾ പ്രവാചക പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. അങ്ങനെ മദീനയിലെ അൻസാറുകൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്താണ് പ്രവാചകന്റെ കൂട്ടുകാരനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കേൾക്കാനിടയാവുകയും അവരെന്താക്കുകയും ചെയ്തു ഈ ഒരു തീരുമാനത്തിൽ ഇടപെടുകയും അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ എന്താണ് അടുത്ത ഖലീഫയായിട്ട് പ്രവാചകന്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു കാര്യത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പകരമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്നുകിൽ തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ എന്താണ് അബൂ ഉബൈദ എന്താക്കുക അടുത്ത എന്താണ് പ്രവാചക പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുക എന്നാണ് എന്താക്കുന്നത് നിർദ്ദേശം മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശം മുന്നോട്ടേക്ക് വെച്ച സമയത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഞാൻ ആവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിർദ്ദേശത്തെ എന്താണ് തള്ളിക്കളയുകയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയം എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് പുതിയ നേതാവായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമത്തെ ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അതിനെ എന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവാചകന്റെ കൂട്ടുകാരും അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകന്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് ആരൊക്കെ ഉണ്ട് അവരൊക്കെ എന്താണ് ഈ ഒരു തീരുമാനത്തെ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തെ എന്താണ് എല്ലാവരും ഒരേ സ്വരത്തിലായിട്ട് അംഗീകരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അങ്ങനെ പ്രവാചകന്റെ മരണത്തോടുകൂടി നിരവധി വ്യാജ പ്രവാചകന്മാർ വരികയും അതേപോലെ തന്നെ പല വിധത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരുന്ന പ്രവാചകന്റെ പ്രതിനിധിയായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ആദ്യമായിട്ട് തന്നെ ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഭരണം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, തീർച്ചയായും ഞാൻ നിങ്ങളിൽ നിന്നും ഉയർന്നവരൊന്നും അല്ല, നിങ്ങളുടെ ഉപദേശവും സഹായവും എനിക്ക് ആവശ്യമാണ്. ഞാൻ നന്മ ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ അനുസരിക്കുക, തെറ്റ് കണ്ടാൽ എന്താണ് എന്നെ തിരുത്തുകയും ചെയ്യുക. നിങ്ങൾ ഏറ്റവും അശക്തൻ എന്റെ കയ്യിൽ സംരക്ഷിക്കപ്പെടും. ഞാൻ ദൈവത്തിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ അനുസരിക്കുന്നിടത്തോളം നിങ്ങളും എന്നെ അനുസരിക്കുക എന്നൊരു സന്ദേശമാണ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുൻപിലായിക്കൊണ്ട് പ്രവാചകന്റെ പ്രതിനിധിയായിരിക്കുന്ന ആദ്യത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ഖലീഫ ഭരണം ഏറ്റെടുത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നമാണ് സക്കാത്തു നിഷേധികളാണ്. അപ്പോൾ ഞങ്ങൾ എന്താക്കുകയില്ല, ഇനി സക്കാത്തോ കാരണോ ഒന്നും നൽകുകയില്ല എന്ന ഒരുപാട് ആളുകൾ നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കള്ളപ്രവാചകന്മാരാണ്. പ്രവാചകന് ശേഷം എന്താണ് ഞാൻ പ്രവാചകനാണ്, അതേപോലെ തന്നെ എനിക്ക് എന്താക്കുന്നുണ്ട് അള്ളാഹുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ളപ്രവാചകന്മാരും രംഗത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ സക്കാത്തിന്റെ നിരാകരണം എന്ന് പറയുമ്പോൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്താണ് രണ്ട് ഗോത്രങ്ങളായിരുന്നു നിഷേധിച്ചിരുന്നത്. അബ്സും അതേപോലെ തന്നെ ദുബിയാൻ ഗോത്രവുമാണ്. അപ്പോൾ ഇവരെന്താണ് മദീനയുടെ സമീപ പ്രദേശങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. പ്രവാചകന്റെ മരണശേഷം അവർ സക്കാത്ത് നൽകാൻ തയ്യാറായില്ല. അവർ ഖലീഫയിലേക്ക് ഒരു ദൂതനെ അയക്കുകയും അതേപോലെ തന്നെ ദൂതൻ മുഖേനയായിട്ട് അവർ ഖലീഫയെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്താക്കാം നിസ്കരിച്ചു കൊള്ളാം, പക്ഷെ ഞങ്ങൾ എന്താക്കുകയില്ല സക്കാത്ത് നൽകില്ല എന്ന സന്ദേശമാണ് ആ ഒരു ദൂതൻ മുഖേനയായിട്ട് ഖലീഫയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചില കൂട്ടാളികൾ അവരെ അനുകൂലിക്കാൻ നിർദ്ദേശിച്ചു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത് സക്കാത്ത് എന്താണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധിത നികുതിയാണ്, ഈ നിയമം ഏറ്റെടുക്കാൻ എനിക്ക് അധികാരമില്ല, നിങ്ങൾ തടഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ പോരാടുമെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മദീനക്കെതിരെ എന്താണ് ഇവരുടെ ആക്രമണം മുൻകൂട്ടി കണ്ടിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി, സുബൈർ, അബ്ദുല്ലാഹിബിൻ മസൂദ് എന്നിവരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് നഗരത്തിലുടനീളം മദീന നഗരത്തിലുടനീളമായിട്ട് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു സക്കാത്തിന്റെ നിഷേധവുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് രണ്ട് ഗോത്രങ്ങളാണ് നിഷേധിച്ചിരിക്കുന്നത്. ഒന്നാമായിട്ട് അബ്സും അതേപോലെ മറ്റൊരു ഗോത്രമാണ് ദുബിയാൻ ഗോത്രവുമാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കള്ളപ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോസ്റ്റേസി മൂവ്മെന്റ് അതെന്താണ് റിദാവാർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രവാചകന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സ്വാധീനം സമൂഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ എന്താണ് സ്വയം പ്രവാചകന്മാരായിട്ട് പ്രഖ്യാപിക്കാൻ ഉണ്ടായിരിക്കുന്നത് എന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു
കള്ളപ്രവാചകന്മാർക്കെതിരെ എന്താണ് യുദ്ധം നടത്തി. അതേപോലെ തന്നെ ഈ യുദ്ധങ്ങൾ എന്താണ് റിദ്ദ എന്ന പേരിലാണ് എന്താക്കിയിരിക്കുന്നത് അറിയപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ കള്ളപ്രവാചകന്മാർക്ക് എതിരെ നടത്തിയിരിക്കുന്ന യുദ്ധത്തിന് പറയുന്ന പേരാണ് റിദ്ദ യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഒന്നാമത്തെ കള്ളപ്രവാചകനായിരുന്നു അസ്വദുൽ അൻസി ആണ്. അപ്പോൾ അസ്വദുൽ അൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യമനിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കള്ളപ്രവാചകനാണ് അസ്വദുൽ അൻസി. അതേപോലെ തന്നെ അൻസി ഗോത്രത്തിലെ തലവനാണ് അസ്വദുൽ അൻസി എന്ന് പറയുന്നത്. അള്ളാഹുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അവകാശവാദം. അതേപോലെ തന്നെ ഇദ്ദേഹം എന്താണ് അയൽ ഗോത്രവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുകയും ഇസ്ലാമിനെതിരായ കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്താണ് നജറാനെ ആക്രമിക്കുകയും കീഴടക്കുകയും ഒടുവിൽ എന്താണ് യമൻ പിടിച്ചടക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് അസ്വദുൽ അൻസി എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ 632 കലാപം അടിച്ചമർത്താൻ പ്രവാചകൻ എന്താണ് മുആദ് ബിൻ ജബലിനെ അയച്ചിരുന്നു. അസ്വദുൽ അൻസി എന്താണ് പ്രവാചകന്റെ മരണത്തിന് മുൻപ് തന്നെ മുആദ് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ എന്താണ് ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് വന്നതിന് ശേഷമായിട്ട് അസ്വദുൽ അൻസി എന്താണ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം എന്താണ് മദീനയിൽ അറിഞ്ഞിരിക്കുന്നത് എന്ന്. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു കള്ളപ്രവാചകനായിരുന്നു തുലൈഹയായിരുന്നു. അപ്പൊ തുലൈഹ എന്ന് പറയുമ്പോൾ നജിദിലെ ബാനു ആസാദിന്റെ ഗോത്രത്തിലെ തലവനായിരുന്നു തുലൈഹ. അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ മരണശേഷം അദ്ദേഹം എന്താണ് സ്വയം പ്രവാചകൻ ആണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ ഒയ്ജീനയുടെ കീഴിലുള്ള ഗഫാൻ ഗോത്രം എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രവാചകത്വത്തെ എന്താണ് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ തുലൈഹയെ അടിച്ചമർത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഇനി അടുത്ത മറ്റൊരു കള്ളപ്രവാചകനാണ് മുസൈലിമയും അതേപോലെ തന്നെ സജ്ജയുമാണ്. അപ്പോൾ ആ രണ്ടുപേരുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. മധ്യ അറേബ്യയിലെ ബനു തക്ലീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ സ്ത്രീയായിരുന്നു സജ്ജ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസാധാരണമുള്ള ഗുണങ്ങൾ എന്താണ് ആ ഒരു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നൊരു വാദമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എമ്മയിലെ ബനു ഹനീഫ ഗോത്രത്തിൽ നിന്നുള്ള കള്ളപ്രവാചകനായ മുസ്ലിമയെ കാണാൻ അവൾ എമ്മയിലേക്ക് പോയി. ഒടുവിൽ എമ്മയിൽ എത്തിച്ചേർന്ന ശേഷമായിട്ട് മുസൈലിമയും അതേപോലെ തന്നെ സജ്ജയും കൂടിയിട്ട് ഇരുവരും എന്താണ് പരസ്പരം പ്രവാചകത്വം അംഗീകരിക്കുകയും തുടർന്ന് ഇവർ രണ്ടുപേരും എന്താണ് വിവാഹം കഴിക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഇനി അടുത്താണ് നോക്കാൻ പോകുന്നത് യമാമ യുദ്ധത്തെ കുറിച്ചാണ്. അപ്പോൾ യമാമ യുദ്ധവും എന്താണ് ഈ ഒരു കള്ളപ്രവാചകന്മാരുടെ തുടർച്ചയായുള്ള യുദ്ധമായിട്ടാണ് യമാമ യുദ്ധത്തെയും കാണേണ്ടത്. അഥവാ മുസൈലിമയ്ക്ക് എന്താണ് 40,000 പുരുഷന്മാരുള്ള ഒരു ശക്തമായുള്ള സൈന്യം ഉണ്ടായിരുന്നു. കള്ളപ്രവാചകനായ സജ്ജയുടെ കീഴിലുള്ള ബാനു ഹനീഫ ഗോത്രം അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്താണ് സജ്ജയെ ഖാലിദ് എന്താക്കി അറസ്റ്റ് ചെയ്തത്. ഖാലിദ് എന്ന് പറയുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനാണ് എന്താക്കിയിരിക്കുന്നത് സജ്ജയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അക്രബ സമതലത്തിലാണ് എന്താക്കുന്നത് യമാമ യുദ്ധം നടന്നിരിക്കുന്നത്. അങ്ങനെ മുസൈലിമയുടെ സൈന്യം എന്താണ് ധൈര്യത്തോടുകൂടി പോരാടുകയും ആദ്യഘട്ടത്തിൽ അതാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എന്താണ് വളരെയധികം എന്താണ് പിന്നോട്ടേക്ക് പോകും അഥവാ പരാജയത്തിലേക്ക് എത്തുമോ എന്നൊരു ഭയം കൂടി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ മുസൈലിമയും അതുപോലെ അനുയായികളും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുകയും മുസൈലിമ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അങ്ങനെ അവസാനമായിട്ട് യുദ്ധത്തിൽ 1100ഓളം മുസ്ലിമീങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 70 പേരും എന്താണ് ഹാഫിലിങ്ങളായിരുന്നു. ഹാഫിലിങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർആൻ മനഃപ്പാടമുള്ള ആളുകൾ എന്താക്കിയിരിക്കുന്നത് യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നത്. അങ്ങനെ അനേകം ഹാഫിലിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോൾ ഖുർആൻ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര തീരുമാനം എടുക്കാനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരമായിട്ട് സെയ്ദ് ബിൻ സാബിത്തിന്റെ കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എന്താണ് ആ ഒരു ദൗത്യം അഥവാ എന്താണ് ഖുർആൻ സമാഹരിക്കാനുള്ള ആ ഒരു ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ഖുർആന്റെ പകർപ്പ് പ്രവാചക പ്രശ്നമായിരിക്കുന്ന ഹഫ്സയുടെ കീഴിൽ സൂക്ഷിച്ചു. 2.5 വർഷത്തെ ഭരണത്തിന് ശേഷം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനാവുകയും അതേപോലെ തന്നെ AD 634 മരണപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഖലീഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഖലീഫ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഖലീഫയുടെ ഭരണസാരിധ്യം ഏറ്റെടുത്തതിന് ശേഷമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കാര്യങ്ങള്, കള്ളപ്രവാചകന്മാരെ കാര്യങ്ങള്, യമാമ യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തികളുടെ പേരുകളും അതേപോലെ തന്നെ വർഷങ്ങളും കാലമൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.